പാലക്കാട് ജില്ലയിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചത് എൽഡിഎഫിന് ഗുണം ചെയ്യുമെന്ന് നെന്മാറ നിയോജക മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ പ്രേമൻ. SIR വന്നതോടെ കൃത്യമായി വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞത് എൽഡിഎഫിന് നേട്ടമായെന്ന് കെ പ്രേമൻ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ വന്ന ക്രമീകരണവും പരിശോധനയുടെ ഭാഗമായി കുറേ ഡബിൾ എൻട്രി, സ്ഥലത്തില്ലാത്ത വോട്ടർമാർ, ആക്റ്റീവ് അല്ലാത്ത വോട്ടർമാരെല്ലാം ഒഴിവായിപ്പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്റ്റീവായിട്ടുള്ള വോട്ടർമാർ വോട്ട് ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തേക്കാൾ 3000 വോട്ടർമാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതിൻ്റെ എണ്ണത്തിൽ കുറവാണ്. അപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ വർദ്ധിച്ചു എന്നല്ലാതെ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടില്ല. അതുപോലെ സാധാരണഗതിയിൽ നിയമസഭയിലേക്കുള്ള വോട്ടർ പട്ടികയിൽ മരണപ്പെട്ടവരും ഡബിൾ എൻട്രിയും കാലങ്ങളായി അങ്ങനെ തന്നെ തുടരുകയാണ് പതിവ്. പക്ഷെ അവരൊന്നും ഒരിക്കലും വോട്ട് ചെയ്യാൻ വരാറില്ല. പക്ഷേ വോട്ടർമാരുടെ എണ്ണത്തിൽ ആ കണക്കുകളുണ്ട്. എന്നാൽ ആ പരിഷ്കരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന 83% 82% അത് ആക്റ്റീവ് വോട്ടർമാരാണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഒരു ആശങ്കയ്ക്കും ഇടയില്ല. നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വളരെ ആത്മാർത്ഥമായ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ഒറ്റക്കെട്ടായി നടത്തിയത്. അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാവും. വളരെ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും അനുഭാവികളും ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്ത ആളുകളും എന്നുള്ള നിലയിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സഹായിച്ച പ്രവർത്തിച്ച, അതുപോലെ തന്നെ എല്ലാവിധത്തിലും ഉപദേശിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്നതും പ്രധാന ഘടകമാണെന്നും LDF സ്ഥാനാർത്ഥി പറഞ്ഞു. പരമാവധി വോട്ടർമാരെയെല്ലാം എത്തിക്കാൻ കഴിയാവുന്നവരെ മുഴുവൻ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞതും വളരെ നല്ല വിജയത്തിൻ്റെ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. UTV ന്യൂസ്, പാലക്കാട്.